ശ്രീ ജോർജ് ജോസഫ്, നമുക്ക് രണ്ട് നരബലിയിൽ ഒതുങ്ങിയെന്ന് ഇനിയും പറയാറായിട്ടില്ല. ഇപ്പോഴും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, 2 or 3 പേരെ അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരാൾ രക്ഷപ്പെട്ടത് അപ്പോഴൊരു ഫോൺ കോൾ വന്നതുകൊണ്ടാണ്. ആ ഫോൺ കോൾ എടുത്തിട്ട് ഞാനിപ്പോൾ വൈദ്യൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ആ സ്ത്രീ രക്ഷപ്പെടുന്നു. മറ്റൊരു യുവതിയെ അവിടെ എത്തിച്ചത് രക്ഷാകർത്താക്കൾ ഒപ്പമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇന്ന് മറ്റൊരു വാർത്ത കേൾക്കുന്നു, ആ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു, കൈയും കാലും കെട്ടിയിട്ടു. പക്ഷെ അവർ എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തു വന്ന് പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയായിരുന്നു എന്ന് കേട്ടു. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് പലപ്പോഴും. ഈ നരബലിയാണെങ്കിൽ ഒരു തവണ അഭിവൃദ്ധി കിട്ടിയില്ല എങ്കിൽ ഒന്നുകൂടി ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് വരെ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇതൊരു നിരന്തര പ്രക്രിയയായി മാറുമ്പോൾ ഈ അവയവ കടത്ത് അല്ലെങ്കിൽ അവയവം കൂടി എടുക്കൽ എന്ന ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇല്ല, അതിപ്പം ഡോക്ടർ പറഞ്ഞല്ലോ. പക്ഷേ അത് ഇവർ ഈ രീതി ചെയ്ത് അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നടക്കത്തില്ല. അപ്പോൾ അത് സാധാരണക്കാർക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് ഈ ക്രിമിനലായ ഇവനും അറിയാം. പിന്നെ അത് അങ്ങനെ വാങ്ങാൻ ഒരാളുമില്ല. അപ്പം അത് ഒരു വൃക്കയായാലും ശരി, ലിവർ ആയാലും ശരി, അതൊക്കെ വിത്തിൻ 2 hours അത്. അല്ല, അതാണല്ലോ സാർ നമ്മൾ ഈ മാഫിയ ഇതെല്ലാം അറിയുന്ന ഒരു മാഫിയ ഉണ്ടോ എന്ന അതിനുള്ള സാധ്യത വളരെ ഇല്ല. എനിക്ക് ആ ഒരു സംശയം ഇപ്പം ഇല്ല. കാരണം നമുക്ക് ഇവരുടെ ഇൻറ്റൻഷൻ വേറെയാണ്. കാരണം ഇതിനകത്ത് ഒരു പൂജ നടത്തി, നരബലി നടത്തി, അത് വിശ്വസിക്കുന്നവരെ അതിനകത്ത് ഉൾപ്പെടുത്തി ഇവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സെക്ഷൽ ആക്ടിവിറ്റി നടക്കും, അവിടുന്ന് കുറച്ച് പണവും കിട്ടും. ഈ കൊല്ലുന്നവരുടെ ആഭരണമുള്ള 2 പേരെയും കൊണ്ടുവന്നിരിക്കുന്ന ആഭരണം കഴുത്തിൽ അടിഞ്ഞവരെ മാത്രമാണ്. മറ്റുള്ളവർക്ക് ആഭരണം ഉണ്ടോ? നമുക്ക് 2 അറ്റംപ്റ്റ് നടത്തിയത്. അപ്പോൾ അയാൾക്കൊരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അത് വികൃതമായ രീതി ചെയ്യണം, അത് ഒപ്പം തന്നെ കുറച്ച് പണവും കിട്ടുന്നതായിട്ടാണ് ഈ 2 കേസ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എനിക്കത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് നമ്മൾ നേരത്തെ ചർച്ചയിലൊക്കെ ന്യൂസ് 18 തന്നെ പറഞ്ഞിരിക്കുന്നു ഏതൊക്കെ ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ട്. അതിപ്പോൾ ഈ 2ാമത്തെ കേസിനകത്താണെങ്കിൽ അതിൽ ഡീകമ്പോസിനാണെങ്കിലും ശരി, അത് പോസ്റ്റ്മോർട്ടത്തിൽ അത് കണ്ടെത്താൻ പറ്റും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ടോ ഇല്ലയെന്ന്. അതിൽ ഡീകമ്പോസിനാണ് 2 ആഴ്ച പഴക്കം ഉണ്ടെങ്കിലും കുറേയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവിടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഈ പത്മയുടെ കേസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റ് തീർച്ചയായിട്ടും ബുച്ചറി തന്നെ ചെയ്ത് അത് ഏതായാലും ഡീകമ്പോസ് സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഏകദേശം ഒരു 3 മാസമായി. അത് തന്നെയല്ല, ഇവർ ഈ ശരീരം വെട്ടി നുറുക്കുന്നത് അത് ആ 3 അടി അല്ലെങ്കിൽ 4 അടി ചെറിയ കുഴിക്കകത്ത് ഒതുക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് വെട്ടി നുറുക്കി പെട്ടെന്ന് ഡീകമ്പോസിഷൻ ആവുകയും ചെയ്യും. അതിനകത്ത് ചെറിയ കുഴി മതി, നീളമല്ല കുഴി എടുക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയില്ല. അത് വെളിയിലൊരാളെ കൊണ്ട് വേസ്റ്റ് ഇടാനാന്ന് പറഞ്ഞിട്ട് കുഴി എടുപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിറച്ച് പെട്ടെന്ന് അത് ഡീകമ്പോസ് ചെയ്യാനുള്ള ഒരു ശ്രമം തന്നെയാണ്. പക്ഷേ ഈ അവയവങ്ങൾ മാറ്റി അത് അതിനോട് എനിക്ക് ഇപ്പം യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അത് ഒരിടത്തും നമുക്ക് കൊടുക്കാനും പറ്റില്ല അങ്ങനെ ഒരു സംവിധാനം. ഇയാൾ പലരിടത്ത് ഇങ്ങനെ എന്തായാലും ഡെഡ് ബോഡി ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നുണ്ട്. അതിനകത്ത് ഉപകരിക്കപ്പെടുന്നെങ്കിൽ അത്ര പൈസ വല്ലതും കിട്ടുമെന്നൊക്കെ അന്വേഷിച്ചിട്ട് അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഇതൊക്കെ. അല്ലാതെ അതിനകത്തൊരു ഇയാൾ ഈ വൃക്കയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആന്തരിക അവയവങ്ങൾ കടത്തിക്കൊണ്ട് പോകാനുള്ളൊരു മാറ്ററാണെന്ന് എനിക്കിപ്പം തോന്നുന്നില്ല. രണ്ടാമത്, ഇയാൾക്ക് മോട്ടീവ് അത് ഫൈനാൻഷ്യൽ മോട്ടീവ് ഉണ്ട്. കാരണം ഒരിടത്ത് 6 പാവം കിട്ടിയപ്പം തന്നെ ഇപ്പോഴത്തെ വിലയ്ക്കനുസരിച്ച് 2.25 ലക്ഷം രൂപ അവിടെ കിട്ടും, 2.40 കിട്ടും. മറ്റേ കേസിനകത്ത് ഒരു 4 പവനുണ്ട്, നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇതിനോട് സഹകരിക്കുന്നവരെ കൊണ്ട് നരബലി നടക്കുകയും ചെയ്യും, അവർക്ക് തൃപ്തിയാവുകയും ചെയ്യും. അത് വെട്ടിയരിഞ്ഞ് അത് നശിപ്പിക്കാനും സാധിക്കും. ഇയാൾക്കൊരു സെക്ഷൽ ആക്ടിവിറ്റി നടത്താം, അതോടൊപ്പം തന്നെ ഇയാൾക്ക് കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ഇതാണ് ഇതിനകത്ത് നടക്കുന്നത് എനിക്കൊന്നും. കാരണം അയാളെ പേഴ്സണലായിട്ട് നോക്കി ഇതിന് മുമ്പ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇത് കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് കുറച്ച് അധികം മാണ്ടർ നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലോട്ട് എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. നേരത്തെയൊക്കെ നമുക്ക് കോലഞ്ചേരിയിലെ വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് ഏരിയയൊക്കെ അയാൾ വികൃതമാക്കി പെരിണിയം, അതോടൊപ്പം തന്നെ അവരെ സെക്ഷൽ അസാൾട്ട് ചെയ്തു, പിന്നെ കത്തി ഉപയോഗിച്ചിട്ട് ആണ് അതൊക്കെ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പെർവേർഷനാണ് അയാൾ ആ കാര്യത്തിൽ സെക്സിനെ സംബന്ധിച്ചിടത്തോളം.
പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് ഇപ്പം വന്നിരിക്കുകയാണ് അയാൾക്ക്. അതിനകത്ത് ഇയാൾ കേസിലെ പ്രതിയായി ഏകദേശം 40 ദിവസം അകത്ത് കടന്നു, പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി. ഇപ്പോഴത്തെ കേസിനകത്ത് ആളെ ഡിസപ്പിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. എനിക്ക് നമ്മുടെ സർവീസ് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഒരു കള്ളനെ പല കേസിനകത്ത് ശിക്ഷിച്ചു. അവസാനം അതിനകത്ത് ഐഡന്റിഫിക്കേഷൻ, ഇയാൾ മോഷ്ടിക്കുന്ന സമയത്ത് ആരെങ്കിലും ആ വീടിനകത്തുള്ളവർ ഇയാളെ ഐഡന്റിഫൈ ചെയ്ത കള്ളനെ കണ്ടു, അയാളെ പേരൊന്നും അറിയത്തില്ല, കള്ളം വേറെ, അത് ചോട്ടാ ബാബു. അപ്പോൾ ചോട്ടാ ബാബുവിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു എവിഡൻസ് നശിപ്പിക്കാതിരിക്കാൻ സാക്ഷിയായിട്ട് വരുന്നവനെ കൊന്നിട്ട് പോരും. ഇയാൾ മോഷ്ടിക്കാൻ പോകുന്നിടത്ത് ചിലപ്പോൾ ആളെ കൊല്ലാനായിട്ട് അയാൾ റെഡിയാണ്, സാക്ഷിയെ ഇയാളെ തിരിച്ചറിയുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇയാൾ 2-3 കേസിനകത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് 7 വർഷം മുതലകത്ത് കടന്നു. അപ്പോൾ അങ്ങനെ കൊല്ലുന്ന ഒരുത്തനായിരുന്നു ചോട്ടാ ബാബുവൻ. സൂയിസൈഡ് ചെയ്തു. ലാസ്റ്റ് ഞാൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയപ്പോൾ അവൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 3-ാം ദിവസം ജയിലിൽ വെച്ച് അയാൾ സൂയിസൈഡ് ചെയ്തു. അതാണ് ചോട്ടാ ബാബുവിനുള്ള പ്രാധാന്യം. അപ്പം ഒരു മോഷണം നടത്തി കുറച്ച് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പം അവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ള പ്രാധാന്യം മനസ്സിലാവും. അതിനകത്ത് ഒന്നും മിച്ചം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത. പക്ഷെ എത്ര പേര് മരിച്ചു? 2-3-4 അറ്റംപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട 2-3 പേര് രക്ഷപ്പെട്ടു നമുക്കിപ്പോൾ മനസ്സിലാവും. അത് അറ്റംപ്റ്റ് മർഡർ കേസ് എന്തായാലും എടുത്തേ വെക്കുള്ളൂ പോലീസ്. 3 കേസെങ്കിലും അതിന് 2-3 ഇൻസിഡൻ്റ് ഉണ്ട്, കേസെടുത്തേ പറ്റുള്ളൂ. 307 ഇട്ട് എന്നെ കേസെടുക്കണം. പക്ഷേ ഇതിനു മുമ്പ് അവരെ കിട്ടാതെ വന്നതിന് ശേഷം ഇതുപോലത്തെ തന്ത്രത്തിലാണോ ചെയ്തത് നമുക്ക് പറയാൻ ഒക്കില്ല. എങ്കിലും പല സ്ഥലങ്ങളിലും ഇയാൾ ആൾക്കാരെ കൊല്ലാനുള്ള ശ്രമവും എവിഡൻസ് അവരെ ഡെഡ് ബോഡി നശിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിലേക്കായാലും പോലീസ് വരട്ടെ. എന്തായാലും ഈ 2 കേസിനകത്ത് പത്മയുടെ കേസിനകത്താണ് പോലീസിന് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സാധിക്കുന്നത്. കാരണം ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. രണ്ടാമത് അവരുടെ ഡ്രസ്സ് എടുത്തു, അവരുടെ ഗോൾഡ് ഓർണമെൻറ്റും കസ്റ്റഡി എടുത്തിട്ടുണ്ടാവും ഇപ്പം പോലീസ്, നമുക്കറിയില്ല. അതുപോലെ ഇപ്പം തന്നെ അവരെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയതിനുള്ള ഒരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. വണ്ടിയെ കയറുന്ന കിട്ടിയിട്ടുണ്ട്. ആ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പത്മയുടെ കേസ് കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. രണ്ടാമത് കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടുന്ന് തന്നെ ഡെഡ് ബോഡിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം എടുത്തിട്ടുമുണ്ട്. പിന്നെ ഇത് ഒരു പൂജയാണ് എന്ന് മനസ്സിലാക്കത്തില്ല. അതിൻ്റെ ശരീരത്തിലെ ചില അവയവങ്ങൾ ഇപ്പം കാണാൻ മിസ്സിങ് ആണ്. പത്മയുടെ കാര്യത്തിൽ മിസ്സിങ് ആയിരിക്കും. അതിപ്പോൾ അവർ കഴിച്ചു പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയേണ്ടത്. എന്തായാലും ഈ ഒരു ഫ്ലഷ് അതിൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങളോ ലിവറിൻ്റെ ഭാഗങ്ങളോ ഹാർട്ടോ കിഡ്നിയുടെ ഭാഗങ്ങളോ അതൊക്കെ ഫ്രിഡ്ജിനകത്ത് കയറി എന്നിപ്പം മനസ്സിലാവുന്നു. എന്തായാലും അതിൻ്റെ അത് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്, ഹ്യൂമൻ ബ്ലഡ് ഉണ്ട്. അപ്പോൾ അത് ഇവർക്ക് കഴിക്കാം. പിന്നെ വേവിച്ചു എന്ന് പറയുന്നുണ്ട്. ആ വേവിച്ചെന്നുള്ള പാത്രമൊക്കെ പോലീസ് ഇപ്പം കസ്റ്റഡി എടുത്തിട്ടുണ്ടാവും. അത് ഫോറൻസിക് സയൻസ് നമുക്കറിയാം. അപ്പോൾ അത് ഒരു പൂജയുടെ ഭാഗം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് പറ്റിക്കാൻ പറ്റുള്ളൂ ഇവരെ. എന്തായാലും ഇയാൾക്ക് ആ ചില എവിഡൻസുകൾ പത്മയുടെ കാര്യത്തിൽ പോലീസ് ഒരു 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ബെയിലിന് ഇവർ പോകും, പക്ഷേ 90 ദിവസത്തിനകം അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാൻ വളരെ ഫാസ്റ്റായിട്ട് പോലീസിൻ്റെ അകത്ത് പോകണം. അതേസമയത്ത് മാക്സിമം എവിഡൻസ് പത്മയുടെ കാര്യത്തിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കണം. അതേസമയത്ത് റോസ്ലിയുടെ കാര്യത്തിൽ സാവകാശം വേണ്ടി വരും. കാരണം റോസ്ലിയുടെ ഡെഡ് ബോഡിയുടെ സെഡിമെൻ്റ് ആണ് കിട്ടിയെന്ന് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് DNA ആയിട്ട് ടാലി ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ റോസ്ലിയുടെ കഴുത്തിലുള്ള ആവരണം അത് റിക്കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ റോസ്ലിയുടെ ആ താമസ സ്ഥലത്തുനിന്ന് എങ്ങനെയാണ് വളച്ചുകൊണ്ട് പോയത് അതിന് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യണം. ചങ്ങനാശ്ശേരിയിലോ കോട്ടയത്തു നിന്നാണ് അവരെ കയറ്റിക്കൊണ്ട് പോയെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തണം. കാരണം ആ ചെയിൻ കംപ്ലീറ്റ് ആകണം. അതേസമയത്ത് ഒരു ദിവസം ഇവരൊരു രാത്രി അവിടെ തങ്ങിയിട്ടുണ്ട്, ഈ മരിക്കുന്നതിന് മുമ്പ്. കാരണം രാത്രി അവിടെ താമസിച്ചിട്ട് അന്നത്തെ ദിവസമല്ല, വെളുപ്പിനെയാണ് ഈ പരിപാടി തുടങ്ങിയത്, അല്ലെങ്കിൽ രാവിലെയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ബുച്ചറിയൊക്കെ നടത്തുന്ന, ഇറച്ചിവെട്ടൊക്കെ നടത്തുന്നതെന്നൊക്കെ പറയണത് ഉച്ച കഴിഞ്ഞാണ്. അപ്പോൾ ഏകദേശം ഒരു 12 to 24 hours ഈ സ്ത്രീകൾ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. ഭക്ഷണം ആ വീട്ടിനുണ്ടാക്കിയോ, അത് വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു, അതൊക്കെ അതൊരു എവിഡൻസിലോട്ട് വരും. കാരണം ആലപ്പുഴയിലെ സുഗതൻ SI കൊന്ന സമയത്ത് അന്ന് ഭക്ഷണം, അയാൾ മരിക്കുന്നതിന് മുമ്പ് ഭക്ഷണം SI സുഗതൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതാണ് ആ ഫേമസ് പല കേസിനകത്ത്. ഫുഡ് വെളിയിൽ നിന്ന് കിട്ടി. അപ്പോൾ അതൊക്കെ എവിഡൻസാണ്. ചെന്നപ്പോൾ 3 പേർക്ക് ഫുഡ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഒരാളെ പിന്നെ മിസ്സിംഗ് ആയി. അപ്പോൾ അതുപോലെയുള്ള എവിഡൻസുകളൊക്കെ ധാരാളം വളരെ കണ്ണിങ് അത് രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളത് മുന്നോട്ട് വരാനൊക്കെ ഉള്ളൂ. ശരി, ഞാൻ ഞാൻ ഇപ്പോൾ